ഗുജറാത്ത് യാത്ര തുടരുന്നു. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ദ്വാരകയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. വീരവൽ നിന്ന് ദ്വാരകയിലേക്ക് നേരിട്ട് ട്രെയിനുകൾ ലഭ്യമാണ്. സോമനാഥ ക്ഷേത്രം പോലെ തന്നെ ഒരു കടൽ തീര ക്ഷേത്രമാണ് ദ്വാരക. സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വീരവൽ നിന്ന് ദ്വാരക വരെ 418 കിലോമീറ്റർ ദൂരമുണ്ട്. അതും രാത്രി യാത്ര തന്നെയായിരുന്നു. ദ്വാരക റെയിൽവേ സ്റ്റേഷൻ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെളുപ്പിന് അവിടെ എത്തിയപ്പോൾ ചന്ദ്രൻ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഉയർന്നു പറക്കുന്ന ദേശീയ പതാകയാണ് അവിടേക്ക് എന്നെ സ്വാഗതം ചെയ്തത്. നേരം ശരിക്കും പുലരുന്നതിന് 7 മണിയെങ്കിലും ആകും. മധുരയാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമെങ്കിലും ദ്വാരകയാണ് അദ്ദേഹത്തിന്റെ രാജധാനി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായ ദ്വാരകാധീശ ക്ഷേത്രം കൊണ്ട് ഇവിടം പ്രസിദ്ധമാണ്. ഗോമതി നദി കടലിൽ പതിക്കുന്ന തീരത്തിനടുത്താണ് ഈ വമ്പൻ ക്ഷേത്രം. ദ്വാരകാധീശ ക്ഷേത്രം സവിശേഷമായ പതാക മാറ്റുന്ന പാരമ്പര്യത്തിന് പേരുകേട്ടതാണ്. ആളുകൾ എന്താ ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അങ്ങ് ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ ആള് നിൽക്കുന്നത് കണ്ടത്. ഈ ക്ഷേത്രത്തിൽ 52 ഗജധ്വജം എന്ന പേരിൽ അറിയപ്പെടുന്ന പതാകകളുണ്ട്. അത് ഒരു ദിവസം പലതവണ മാറ്റാറുണ്ട്. സാധാരണയായി 3 മുതൽ 5 തവണ വരെ. സൂര്യന്റെയും ചന്ദ്രന്റെയും ചിഹ്നങ്ങൾ പതാകയിലുണ്ട്. പതാക മാറ്റുന്നത് തന്നെ ഒരു നേർച്ചയാണ്. ഒരു പ്രത്യേക വിഭാഗം ബ്രാഹ്മണരാണ് പതാക മാറ്റുന്നത്. ഭക്തർക്ക് പതാക ഉയർത്താൻ അവരുടെ ഊഴം ബുക്ക് ചെയ്യാം. ചിലപ്പോൾ 2 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. പതാക മാറ്റുന്ന ഓരോ നേരവും അവിടെ അതൊരു വലിയ കാഴ്ചയാണ്. താലങ്ങൾ വേണ്ടി ഉച്ചത്തിൽ പാട്ടുവച്ച് ഭക്തിപൂർവ്വം നൃത്തം ചെയ്യുന്നതും അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഗർഭ, ദണ്ഡിയ, റാസ് പോലുള്ള പരമ്പരാഗത നൃത്തങ്ങൾ, നവരാത്രി പോലുള്ള വർണ്ണാഭമായ ഉത്സവങ്ങൾ, ഇങ്ങനെ ഗുജറാത്തിന്റെ തനത് ആഘോഷങ്ങൾ നിരവധിയാണ്. ശ്രീകൃഷ്ണന്റെ വാസസ്ഥലമായിരുന്ന അടുത്തുള്ള മറ്റൊരു ദ്വീപാണ് ശംഖോദർ എന്ന ബെദ്വാരക. മഹാഭാരതം, സ്കന്ദപുരാണം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസ പ്രകാരം ബെദ്വാരക എന്ന ശംഖോദർ ആണ് കൃഷ്ണന്റെ വാസസ്ഥലം. കച്ച് ഉൾക്കടലിന്റെ അഴിമുഖത്തുള്ള ജനവാസമുള്ള ഒരു ദ്വീപാണ് ബെദ്വാരക. ദ്വാരകയുടെ ദ്വീപ് എന്നർത്ഥമുള്ള ഭേഡ് എന്ന സംസ്കൃത പദമാണ് ബെറ്റ് എന്നായി മാറിയത്. ദ്വാരകയിൽ നിന്ന് ബെദ്വാരകയിലേക്ക് 34 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയിലെ മുനമ്പായ ഓഖ പട്ടണത്തിന്റെ തീരത്ത് നിന്ന് ബെദ്വാരകയിലേക്ക് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 2320 മീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു 2024 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ ബെദ്വാരകയിലേക്കുള്ള യാത്ര സുഗമമായി. ബെദ്വാരക ദ്വീപിൽ താമസിക്കുന്ന ഏകദേശം 8500 ആളുകൾക്കും അവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഏകദേശം 20 ലക്ഷം തീർത്ഥാടകർക്കും ഈ പാലം വലിയൊരു ഉപകാരമാണ്. ഓരോ വശത്തും 2.5 മീറ്റർ വീതിയുള്ള നടപ്പാതയുമുണ്ട്. നടപ്പാതയുടെ മുകളിലുള്ള സോളാർ പാനലുകൾക്ക് 1 മെഗാവാട്ട് ശേഷിയുണ്ട്. ഗുജറാത്തിൽ മുമ്പ് പോയപ്പോഴും ഇപ്പോൾ പോയപ്പോഴും തമ്മിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് നേരിൽ ബോധ്യമായ സംഗതിയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സുദർശൻ സേതു. ഇപ്പോൾ ദ്വാരകയിൽ നിന്ന് ഓരോ അരമണിക്കൂറിലും അവിടേക്ക് ബസ് ലഭ്യമാണ്. ദ്വീപിന് 8 കിലോമീറ്റർ നീളവും ശരാശരി 2 കിലോമീറ്റർ വീതിയുമുണ്ട്. ദ്വീപ് ശംഖുകളുടെ ഒരു വലിയ ഉറവിടമാണെന്ന വസ്തുതയിൽ നിന്നാണ് ശംഖോദർ എന്ന പേര് ലഭിച്ചത്. പുരാതന നഗരമായ ദ്വാരകയുടെ ഭാഗമായാണ് ബെദ്വാരക കണക്കാക്കപ്പെടുന്നത്. സിന്ധു നദീജല നാഗരികതയുടെ ഹാരപ്പൻ കാലഘട്ടത്തിൽ ജനവാസം നിലനിന്നിരുന്നുവെന്ന് അവിടെ നിന്നും സമീപത്തെ കടലിനടിയിൽ നിന്നും മറ്റും ലഭിച്ച പുരാവസ്തുക്കൾ തെളിയിക്കുന്നു. ദ്വാരകയിൽ വരുന്ന ധാരാളം തീർത്ഥാടകർ ബെദ്വാരകയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഡോൾഫിനുകളെ കാണാൻ കഴിയുന്ന ബോട്ട് യാത്രയും ലഭ്യമാണ്. ഓഖയിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൽ കയറി നോക്കിയാൽ ബെദ്വാരക എന്ന ചെറുദ്വീപിൻ്റെയും സുദർശൻ സേതുവിൻ്റെയും മനോഹരമായ ആകാശക്കാഴ്ച കിട്ടുമെന്ന് കരുതി ഉച്ചതിരിഞ്ഞ് ലൈറ്റ് ഹൗസിൽ എത്തിയെങ്കിലും കടത്തിവിട്ടില്ല. നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ പ്രവേശനം അനുവദിക്കുന്നുണ്ട് എന്നാണ് കണ്ടത്. എന്തായാലും പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഗേറ്റ് കീപ്പറുടെ ഫോട്ടോയൊക്കെ എടുത്തെങ്കിലും അയാൾ വഴങ്ങിയില്ല. ദ്വാരകയിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയുള്ള ഓഖ മുനമ്പിൽ നിന്ന് മറ്റൊരു മുനമ്പായ മാണ്ഡവി ബീച്ചിലേക്ക് ബോട്ട് കയറി പോകാൻ ആലോചിച്ചു.
പക്ഷേ ആ ദിവസം മാണ്ഡവി ദ്വീപിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല. കടൽ ശാന്തമല്ലാത്ത സമയങ്ങളിൽ ബോട്ട് സർവീസ് നിർത്തിവെക്കാറുണ്ട്. ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നതല്ല. അവിടെ എത്തുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് റൂട്ട് മാറ്റി പിടിക്കുന്നതാണ്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അങ്ങനെ പകൽ ബെറ്റ് ദ്വാരകയും ശിവരാജ്പൂർ ബീച്ചും ഓഖയും ഒക്കെ കണ്ട ശേഷം രാത്രി വീണ്ടും ദ്വാരകയിൽ മടങ്ങിയെത്തി. ഗുജറാത്തിൽ പൊതുവെ കടൽ തീരങ്ങൾ മനോഹരമാണെങ്കിലും കുളിക്കുന്നതിന് സുരക്ഷിതമല്ല. എന്നാൽ ദ്വാരകയ്ക്കും ഓഖയ്ക്കുമിടയിലുള്ള ശിവരാജ്പൂർ ബീച്ച് ബ്ലൂ ഫ്ലാഗ് കിട്ടിയ മികച്ച സുരക്ഷിതവും എക്കോ ഫ്രണ്ട്ലിയുമായ മനോഹര ബീച്ചാണ്. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഗോമതി നദിക്കരയിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ദ്വാരകയിൽ ഗോമതി നദിക്ക് കുറുകെ ദ്വാരകാധീശ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന 185 മീറ്റർ നീളമുള്ള കാൽനട സസ്പെൻഷൻ പാലമാണ് സുധാമ സേതു. മനോഹരമായ കാഴ്ചകൾ, മണൽ നിറഞ്ഞ തീരം, സൂര്യാസ്തമയ ഫോട്ടോഗ്രാഫിക്ക് ഒരു ജനപ്രിയ സ്ഥലം, ഭക്തർക്ക് പ്രിയപ്പെട്ട ദ്വാരകാധീശന്റെ സ്നാനഘട്ടം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള പ്രദേശത്തെ പാലമാണെങ്കിലും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കുചേല ദാരിദ്ര്യം പിടിച്ച പാലമാണിത്. 2016 ഉദ്ഘാടനം ചെയ്ത പാലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ തന്നെയുള്ള മനോഹര ആകാശ ദൃശ്യം സമ്മാനിക്കുമായിരുന്ന ലൈറ്റ് ഹൗസിന് ഇപ്പോഴും ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഭക്തി ഒഴികെയുള്ള ടൂറിസത്തിൽ അവർക്ക് തീരെ താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. വാരാണസിയിലൊക്കെയുള്ള സ്നാനഘട്ടങ്ങളിൽ മുമ്പ് പോയപ്പോൾ കണ്ടതുപോലെ വൃത്തികേടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഗോമതി അറബിക്കടലിൽ ചേരുന്ന ആ സംഗമ സ്നാനഘട്ടത്തിലും എത്തിയത്. പക്ഷെ അവിടെ ഗോമാതാക്കളും അവയെ തീറ്റിക്കൽ നേർച്ചയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നല്ല വൃത്തിയും കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളവുമായി ഗോമതി അവളുടെ യാത്ര പൂർത്തിയാക്കുന്നതാണ് കണ്ടത്. ഗംഗയിലെ മാതിരി മൺചിരാതുകളിൽ ദീപം തെളിച്ച് നദിയിലൊഴുക്കി വിടുന്നതും ക്ഷേത്രനഗരിയായ ദ്വാരകയിലെ ഗോപുരങ്ങൾക്ക് മുകളിൽ സൂര്യവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാത സൂര്യന്റെ കാഴ്ചകളുമൊക്കെ മനം മയക്കുന്നതാണ്. ഗോമതി നദി കടലിൽ ചേരുന്ന ഭാഗത്ത് അതിരാവിലെ ധാരാളം പക്ഷികൾ പറന്നു വന്ന് ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ധാന്യം കൊത്തി തിന്നുന്നത് കാണാമായിരുന്നു. അവ അല്പനേരമായ കൈകളിൽ ഇരിക്കുകയും ചെയ്യാറുണ്ട്. അവർ ഉപദ്രവിക്കില്ലെന്ന് അവയ്ക്കറിയാമെന്ന് തോന്നുന്നു. ദ്വാരകയിൽ നിന്ന് വഡോദരയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. ഗുജറാത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന ഇടം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണല്ലോ. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് കെവാഡിയയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് 89 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. റാം വി സുധാർ എന്ന ഇന്ത്യൻ ശില്പി രൂപകൽപ്പന ചെയ്ത ഈ പ്രതിമ പൂർത്തിയാകാൻ ഏകദേശം 4 വർഷമെടുത്തു. നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ടിന് സമീപമുള്ള സാധു ബെറ്റ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രതിമയ്ക്ക് 3 പാളികളുള്ള ഘടനയുണ്ട്. അതിൽ കോൺക്രീറ്റ് സ്റ്റീൽ ഘടനകളും അതിനു പുറമെയായി വെങ്കല ക്ലാഡിങ്ങും ഉൾപ്പെടുന്നു. 153 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂവിംഗ് ഗാലറി പ്രതിമയുടെ മാറിൻ്റെ ഭാഗത്താണായുള്ളത്. അവിടെ വരെ ലിഫ്റ്റുണ്ട്. അവിടെ നിന്നാൽ നർമ്മദ നദിയും നർമ്മദ സരോവർ അണക്കെട്ടും ഉൾപ്പെടെ ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ വിശാലമായ കാഴ്ചകൾ ലഭിക്കും. ഇതുകൂടാതെ അവിടെ പട്ടേലിൻ്റെ ജീവിതവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയവും പ്രദർശന ഹാളും പട്ടേലിൻ്റെ ജീവിതവും ഇന്ത്യയുടെ ഏകീകരണവും വിവരിക്കുന്ന ലേസർ ആൻഡ് സൗണ്ട് ഷോയും LED ഡിസ്പ്ലേകളും കലാപരമായ ലൈറ്റ് ഇൻസ്റ്റലേഷനുകളുമുള്ള ഒരു അതിശയകരമായ ഗ്ലോ ഗാർഡൻ എന്ന തീം പാർക്ക്, ഔഷധ സസ്യങ്ങളും ആയുർവേദ രീതികളും ഉൾക്കൊള്ളുന്ന ഒരു വെൽനസ് റിട്രീറ്റ് എന്ന ആരോഗ്യവൻ, അതിശയിപ്പിക്കുന്ന മേസ് ഗാർഡൻ തുടങ്ങി 2 ദിവസം അവിടെ തങ്ങി കാണേണ്ട അത്രയ്ക്ക് കാഴ്ചകളും ഉല്ലാസ പ്രവർത്തനങ്ങളും പ്രതിമയ്ക്ക് ചുറ്റുമായുണ്ട്. ദിനംപ്രതി 30,000-ലധികം സന്ദർശകർ എന്ന നിലയിൽ ഒരു വർഷം 70 ലക്ഷത്തിലധികം ആൾക്കാർ ഈ പ്രതിമയും പരിസരങ്ങളും കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. ഗുജറാത്ത് സന്ദർശിക്കുന്നവർ നിർബന്ധമായും കാണുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഗുജറാത്ത് യാത്ര അവസാനിക്കുന്നില്ല, അത് തുടരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. നന്ദി.